ഇന്ന് നമുക്ക് സെമി സിൽക്കിലും ഒരു ടസർ ഫീലിലൊക്കെ വന്നിരിക്കുന്ന മെറ്റീരിയലിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കും വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഒരു 2-3 ടൈപ്പ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ, നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. അദ്ദേഹം കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ്, ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ. അതിനകത്ത് ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു വർക്ക് സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കും വരും. ഇത്രയും ഭാഗം സെൽഫ് കളർ ത്രെഡ് വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് കോൺട്രാസ്റ്റുള്ള, ഇതിനകത്ത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അപ്പോൾ ബോർഡർ ഫുൾ അങ്ങനെ വരും. മുന്താണിയിലേക്കും ഈ വർക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്താണിയിലേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ആ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ടാസൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡിയിൽ ഇതേപോലെ ആ സെയിം ത്രെഡ് കളർ തന്നെയാണ്, പക്ഷേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, ഫ്ലവർ എല്ലാം ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. 2950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. 2 ബോർഡറിലും ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരും. നമ്മുടെ എല്ലാ എംബ്രോയിഡറി സാരീസിൽ വരുന്ന പോലെ തന്നെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് ഈ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതേപോലെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലും, ഒരു ടസറിലൊക്കെ നമ്മൾ എംബ്രോയിഡറി വർക്ക് ഞാൻ എപ്പോഴും കാണിക്കാറില്ല, അതേപോലെയൊക്കെ ആ സെയിം പാറ്റേണിൽ തന്നെ വരും കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ, അതായത് ഇങ്ങനെ ഈ ഒരു ഫ്ലവർ ഒരു സ്ലീവിൽ കൊടുക്കാനും ഈ ഫ്ലവർ അടുത്ത സ്ലീവിൽ കൊടുക്കാനും, അങ്ങനെ 2 ഫ്ലവർ ഡിസൈനും കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ കൊടുക്കാനായിട്ട്. 2950 റേഞ്ചിൽ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ല നമുക്ക് ജസ്റ്റ് ക്യാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. നല്ലൊരു മെറൂൺ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡും ആട്ടോ ഇതിൻ്റെ. $2950. അടുത്ത് വരുന്ന നോക്കിയേ, അതിൻ്റെ ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ ബ്ലാക്ക്. അതിനകത്ത് കണ്ടോ, അതിൻ്റെ കളറൊക്കെ കണ്ടോ, എംബ്രോയിഡറിയുടെ കളറ് നല്ലൊരു പേസ്റ്റൽ പിങ്കിലേക്കൊക്കെ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ്. ബ്യൂട്ടിഫുൾ സാരീസാട്ടോ. മെറ്റീരിയൽ നല്ലതാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഉടുത്താൽ ഒതുങ്ങിയിരിക്കും. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ്, ബ്രൗൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ. ഇങ്ങനെ വരും. പാറ്റേൺ എല്ലാം സെയിം ആട്ടോ ഇതിൻ്റെ, ലൈറ്റ് ബ്രൗൺ. അടുത്ത് വരുന്ന നോക്കി അതിൻ്റെ വൈറ്റിൽ കണ്ടോ, നല്ല ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ തന്നെ നല്ലൊരു ഡിഫറെൻറ്റ് ഗ്രീൻ, ആ ഗ്രീനിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനാണ് വൈറ്റിലും വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ വൈറ്റിൽ കാണുന്ന ഒരു കോമ്പിനേഷൻ അല്ല കേട്ടോ ഇത്, നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് വേറൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ റേറ്റ്, ഇതൊരു പർപ്പിൾ ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2990. അതും ഇതേപോലെ തന്നെ സെമി സിൽക്ക് മെറ്റീരിയൽ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലാണ്. വൺ സൈഡ് ബോർഡറിൽ ഇതേപോലെ പിങ്കിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക്, ഒരു ഗ്രീനിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അടുത്ത സൈഡ് ബോർഡർ ഇതേപോലെയാണ്. അടുത്ത സൈഡ് ബോർഡർ വരുമ്പോൾ ഇതേപോലെ സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ സ്കാലപ്പ് വർക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ചെറിയൊരു വിഡ്ത്തിൽ ഡിഫറൻസ് വരും. അത് ഡാമേജ് അല്ല കേട്ടോ. ഈ സ്കാലപ്പ് വർക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗം പോകും, സ്കാലപ്പ് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ വരുമ്പോൾ. അതുകൊണ്ടാണ് ആ വിഡ്ത്തിൽ ആ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ ഒരു പാറ്റേണിലാണ് മുന്താണി വരുന്നത്. എന്നിട്ട് ആ ഡിസൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വർക്കുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ കണ്ടോ, ഇതേപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ. ഇങ്ങനെ ഒരു വർക്ക്. പർപ്പിൾ ഷെയ്ഡ്, നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറിയും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി. അടുത്തത് വരുന്നത് അതിൻ്റെ നല്ലൊരു പേസ്റ്റൽ പിങ്ക്, നല്ല ബ്യൂട്ടിഫുൾ ഒരു പിങ്ക്, നല്ല രസമുള്ള ഷെയ്ഡാട്ടോ ഇതൊക്കെ.
ഒരു ടസർ സാരി എടുത്ത് അതേ ഒരു ലുക്കിൽ നിൽക്കും. അടുത്തത് വരുന്ന അതിൻ്റെ ലൈറ്റ് ബ്രൗൺ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ഷെയ്ഡ്. ഞാൻ ആദ്യം കാണിച്ച പോലെ ആ ഒരു വിഡ്ത്തിൽ വരുന്ന ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ലേ, ഈ വരുന്ന ഒരു ഡിഫറൻസ് നമ്മൾ ഉടുക്കുമ്പോൾ അത് ഒരു രീതിയിൽ നമ്മളുടെ സാരി ഇതിൽ അഫക്റ്റ് ചെയ്യില്ല. കാരണം ഇത് ഞാനിപ്പോൾ പ്രത്യേകം കാണിക്കാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കട്ട് വർക്ക് സാരീസിലെല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം 1-2 പേര് എന്നോട് ചോദിച്ചു അതിങ്ങനെ ഡാമേജ് ആണോ എന്താ മേഡം അത് അങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് വരുന്ന നല്ലൊരു റോയൽ ബ്ലൂവും പീക്കോക്ക് ബ്ലൂവും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡ്. അതിനകത്ത് 2 ബോർഡറിലും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. 2980 ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ബ്യൂട്ടിഫുൾ സാരീസ്. ഇതൊക്കെ സെമി സിൽക്കിൽ വരുന്ന സാരീസാണ്, നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരീസുമാണ് കേട്ടോ. മുന്താണിയിലേക്ക് ഈ വർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ സ്ലീവ് എൻഡിൽ ഇതിൻ്റെ വർക്കുണ്ട്. ഇതിന് സ്ലീവ് എൻഡിൽ വർക്കില്ല കേട്ടോ, സ്ലീവിൽ വർക്കില്ല. പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, ഇങ്ങനെ വരും കേട്ടോ സാരി. അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ നല്ലൊരു ബ്ലാക്ക്, അതിനകത്ത് നല്ല പിങ്കിൻ്റെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഒരു വർക്ക്. നല്ല ഭംഗിയാട്ടോ ഈ സാരിയെ കൊടുത്തു കഴിഞ്ഞാൽ, അടിപൊളിയാണ്. സെയിം പാറ്റേൺ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെമി സിൽക്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.